ഹലോ ഗൈസ്, വെൽക്കം ടു ഡീകോഡഡ്. ഇന്ന് നമ്മൾ എന്താ കാണാൻ പോകുന്നത് വെച്ചാൽ കോറ ഫുഡ് സ്ട്രീറ്റിലേക്കാണ് വന്നിരിക്കുന്നത്. അണ്ണാനഗർ അണ്ണാനഗറിൽ. ഇപ്പോൾ ചെന്നൈയിലുള്ള ആൾക്കാർക്ക് മേ ബി അറിയുന്നുണ്ടാവും കോറ ഫുഡ് സ്ട്രീറ്റ് എവിടെയാണെന്ന്. ഇവിടെ ഫുള്ള് ഫുഡിൻ്റെ ഐറ്റംസാണ് കിട്ടുക. ഇങ്ങനെ ചെന്നൈയിലേക്ക് നിങ്ങൾ വരാമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒന്ന് ചെക്കൗട്ട് ചെയ്യാം. ആക്ച്വലി ഇത് എൻ്റെ ആദ്യമായിട്ടാണ് വരുന്നത്. ഇതിന് മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു, പക്ഷേ ഉച്ചയ്ക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒന്നും ഉണ്ടാവില്ല. ഇഫ് യു വാണ്ട് ടു കം നിങ്ങൾ വൈകുന്നേരത്താണ് വരേണ്ടത്. കണ്ടില്ലേ, അപ്പോൾ ഇവർ ഈ ബിരിയാണി കണ്ടപ്പോൾ അങ്ങനെ നിന്ന് പോയതാണ്. ഇവർ ആർക്കാട്ട് ബിരിയാണി എന്നൊക്കെ പറഞ്ഞപ്പോൾ ആണ് മട്ടൻ ബിരിയാണിയാണ്. എത്ര രൂപയായിരുന്നു? 250 ആണ് ഗൈസ്. ഇതാ ക്വാണ്ടിറ്റി കണ്ടോളൂ നന്നായിട്ട്. എങ്ങനെയുണ്ട്? ഇതാ നമുക്ക് ഇതൊക്കെയാണ് കിട്ടണത്. ബ്രെഡ് ഹൽവ, നമുക്ക് ഇഷ്ടമുള്ള സാധനം, ബ്രിഞ്ചോൾ, പിന്നെ സലാഡ്, പിന്നെ മുട്ട, പിന്നെ മട്ടൻ. ഓക്കെ ഗൈസ്, അപ്പോൾ നിങ്ങൾ ഈ ബിരിയാണി കഴിക്കുകയാണെങ്കിൽ ഫ്രണ്ട്സ് അതിൻ്റെ അടുത്ത് തന്നെ ഇരിക്കാനുള്ള സ്ഥലമുണ്ട്. അതൊന്ന് നോട്ടീസ് ചെയ്യുക. വെറുതെ നിന്നിട്ട് ഞാൻ നിന്ന് കഴിച്ച പോലെ നിന്ന് കഴിക്കരുത് നിങ്ങളും. ഓക്കെ, നന്നായിട്ട് ഞങ്ങൾ പറഞ്ഞത് ഒരു ചിക്കൻ ബിരിയാണി, ഒരു മട്ടൻ ബിരിയാണി ഞാൻ പറഞ്ഞിട്ടുള്ളത്. രണ്ടും നന്നായിട്ട്. സോ ഇതാണ് ഗൈസ് ഇരിക്കാനുള്ള സ്ഥലം. വീഡിയോ എടുക്കാണ്, നല്ല കഴിക്കണം. എങ്ങനെയുണ്ട് ബിരിയാണി? സോ ഗൈസ് ഞങ്ങൾ കഴിച്ച് കഴിഞ്ഞിട്ട് ഇപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് വന്നിരിക്കുകയാണ്, എന്താ ഉള്ളതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഇത് എങ്ങനെയാ വെച്ചാൽ ഒരു ഹട്ടിൻ്റെ ഉള്ളിൽ പല കടകളും ഉണ്ട്. സോ അത് കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഗൈസ് കഴിച്ചതിന് ശേഷം എൻ്റെ അച്ഛൻ നേരെ പോയി നിന്ന കടയാണിത്. ഇവിടെ എന്തോ ഒരു സാധനം ഉണ്ടാക്കുന്നതായിരുന്നു. എന്താ വെച്ചാൽ പനീർ എഗ് ജലാർ മുർത്തബാക്ക് പറഞ്ഞിട്ട് ഒരു സാധനം ഉണ്ടാക്കുന്നതായിരുന്നു. എന്താണെന്ന് അറിയില്ല, മുട്ടയോണ്ട് ഒരു സാധനമാണെന്ന് തോന്നുന്നു. ഇപ്പോൾ ഇത് കണ്ടപ്പോൾ ഉടനെ എൻ്റെ അച്ഛൻ ഹോൾട്ടായി. പിന്നെ കുറേ നേരം നോക്കുന്നുണ്ടായിരുന്നു, വാങ്ങുന്നുണ്ടോ വാങ്ങുന്നില്ലേ അത് വേറെ കാര്യം, പക്ഷേ ഇതേ നോക്കുന്നുണ്ടായിരുന്നു. സോ ഗൈസ് ഞങ്ങൾ ഇപ്പോൾ കഴിച്ച ബിരിയാണിയുടെ പൈസ ഞങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് കൊടുക്കാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. ചേഞ്ച് ഇല്ലാത്തതുകൊണ്ട് കൊടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അവർ തന്നു, കഴിച്ചിട്ട് തന്നാൽ മതി പറഞ്ഞു. ഒരു വിശ്വാസം കൊണ്ട് തന്നായിരിക്കും. ഇപ്പോൾ ഇങ്ങോട്ടൊക്കെ വരാണെങ്കിൽ ഞങ്ങൾക്ക് പാർക്കിംഗ് ചെയ്യാനുള്ള സ്ഥലമുണ്ട്, പിന്നെ ഇരുന്ന് കഴിക്കാനുള്ള സ്ഥലമുണ്ട്. ഞാൻ വിചാരിച്ചു നിന്നിട്ടേ കഴിക്കാൻ പറ്റുള്ളൂ എന്ന്, പക്ഷേ വി ഹാവ് പ്ലേസ് ടു സെറ്റ്. സോ ഗൈസ് ഇത് എങ്ങനത്തെ സ്ഥലം വെച്ചാൽ ഒരു ഹട്ടല്ല, പക്ഷേ ഒരു സ്ഥലത്തിൻ്റെ ഉള്ളിൽ പല കടകൾ ഉള്ള പോലെയാണ്. സോ ഗൈസ് ഇപ്പോൾ ഞങ്ങൾ പേ ചെയ്തിട്ട് ഇപ്പോൾ തിരിച്ച് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഈവൻ ദോ വി കെയിം ടു എക്സ്പ്ലോർ. ഞങ്ങൾ ബിരിയാണി കഴിച്ചിട്ട് അങ്ങനെ ഞങ്ങളുടെ എക്സ്പ്ലോറേഷൻ അവിടെ സ്റ്റോപ്പായി. ഡിഫറെൻ്റായിട്ട് എന്തെങ്കിലും കഴിക്കാൻ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ സ്പെഷ്യലായിട്ട് വന്നത്. എന്ത് ചെയ്യാൻ, പിന്നെ അത് മാത്രമല്ലാതെ ഇവിടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഐ തിങ്ക് ഇറ്റ്സ് ക്വൈറ്റ് പ്രൈസി. ആൻഡ് ഇവിടെ എൻട്രൻസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പല എൻട്രൻസ് ഉണ്ട്, പല വഴി കൂടി നിങ്ങൾക്ക് അകത്തേക്ക് കയറാം. ഞങ്ങൾ പാർക്കിംഗ് സ്പേസിലത്തെ ഒരു ഓപ്പണിങ്ങിലാണ് വന്നത്. ഓ മൈ ഗോഷ്, കംപ്ലീറ്റ്ലി നോൺ വെജ് ആണ് ഗൈസ്. ചെമ്മീൻ്റെ റോളൊക്കെ ഉണ്ടോ? അച്ഛൻ കണ്ടില്ലേ, അച്ഛൻ എന്തെങ്കിലും ഇതൊക്കെ ഉണ്ടായില്ല. അച്ഛൻ നാട്ടിലത്തെ ഫുഡിലേക്കാണ് അച്ഛൻ പോയി നിൽക്കുക. ഓ മൈ ഗോഡ്, അവിടെ എന്തോ പൊതിഞ്ഞ് വെച്ചിരിക്കണല്ലോ. ഇതെന്ത് പൊറോട്ടയാ? പൊറോട്ട. ഇത് വാങ്ങിക്കോ? എടുത്തിട്ടുണ്ട്. ദാ ഗൈസ് ആസ് യു സീ ഈ കടയുടെ ആ അറ്റത്ത് നിങ്ങൾക്ക് ഓർഡർ എടുക്കാം. പിന്നെ ഈ ഹട്ടിൻ്റെ ഉള്ളിലും നിങ്ങൾക്ക് ഓർഡർ എടുക്കാം. tiramisu. எவ்வளோ ஜீதா எவ்வளோ ரேட்டு? 260 சார். பபுள்ஸ் அடிஷனலாக வரும். போட்டால் 350 ஆகும்.
ഗൈസ് ഇവിടെ മെയിൽ ഫ്ലോറിൽ ഇനിയും കുറച്ച് കടകളുണ്ട് തോന്നുന്നു. ഇപ്പോൾ ചെന്നൈക്കൊക്കെ ആദ്യം വരുന്ന ആൾക്കാർ ഫുഡി ആണെങ്കിൽ നിങ്ങൾക്ക് കോറ ഫുഡ് സ്ട്രീറ്റ് വന്ന് ചെക്ക് ചെയ്യാം, വിച്ച് ഇസ് ലൊക്കേറ്റഡ് ഇൻ അണ്ണാനഗർ. ആൻഡ് കുറേ കടകൾ ഉള്ള സ്ഥലമാണ് അണ്ണാനഗർ. പിന്നെ ഫുഡ് കഴിക്കാനായിട്ട് വയറ് ഒതുക്കിയിട്ട് വരണം. അത് മാത്രമല്ല ഭയങ്കരമായിട്ട് പൈസ പൊട്ടും. സോ അതിനുള്ള അതനുസരിച്ചിട്ടൊക്കെ പ്ലാൻ ചെയ്യുക ഇങ്ങോട്ട് വരാണെങ്കിൽ. അണ്ണാനഗറിലേക്ക് വരാണെങ്കിൽ ആഫ്റ്റർ 6 നോക്കിയാൽ മതി, അപ്പോഴാണ് എല്ലാ കടയും അവൈലബിൾ ആയിട്ടുണ്ടാവുക. ഇതിപ്പോൾ കോറ ഫുഡ് സ്ട്രീറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹൗസിൻ്റെ ഉള്ളിൽ പല കടകളാണ് ഉണ്ടാവുക. എന്ത് നിങ്ങൾ ചിരിക്കണേ? ചെരുപ്പ് തട്ടി ആണോ? ശരി. അപ്പോൾ കുറേ നടക്കാനുണ്ടാവും, കുറേ ഡിസ്കവർ ചെയ്യണം എന്നുണ്ടെങ്കിൽ അപ്പോൾ ഫാമിലിയുടെ അടുത്തൊക്കെ പറഞ്ഞ് നോക്കിക്കൊണ്ടുവരിക. പിന്നെ അവർ നിങ്ങളെ പ്രാഗും. ഓക്കെ, സോ അത്രേ ഉള്ളൂ ഗൈസ്. ഫൈനലി നമ്മുടെ ബോബാട്ടി കിട്ടി. ശ്രദ്ധ ആക്ച്വലി ടിറാമിസു ബോബാട്ടിയാണ് വാങ്ങിച്ചത്. ഞാൻ ഹേസൽനട്ട് മിൽക്കാണ് വാങ്ങിച്ചത്. എനിക്ക് ഈ ബോബ ഇഷ്ടമല്ല, അത് കാരണം തന്നെ ബോബ ഞാൻ അവോയ്ഡ് ചെയ്തിട്ടാണ് പറഞ്ഞത്. നമ്മൾ ആ ഹൈദരാബാദിലെ പോപ്പിംഗ് ബോബോസ് അല്ലേ, ബോബാസ് അല്ലേ, ഇതിൽ വന്ന് ചൗന്നുണ്ട്. അത് 2 ബബിൾ ടീക്ക് എത്ര ചോദിച്ചാൽ 690 രൂപയാണ് ആയത്. കുഴപ്പമില്ല. ഇത് മിൽക്ക് ടീയാ, ഹേസൽനട്ട്. ഇത് ടിറാമിസു. പക്ഷെ ടേസ്റ്റ് ഒരു വ്യത്യാസം എനിക്ക് അറിയില്ല കേട്ടോ. സോ ഗൈസ് ഞങ്ങൾ ചുറ്റി കണ്ടു ഉള്ളിൽ. ഇപ്പോൾ പുറത്ത് എന്തൊക്കെ ഉണ്ടെന്ന് കാണാൻ പോവാണ്. ഞാൻ ആദ്യം തന്നെ പറഞ്ഞിരുന്നല്ലോ, ഒരു ഹട്ടിൻ്റെ ഉള്ളിൽ പല കടകളുള്ള പോലെയാണ്. സോ ഇതാണ് അതിൻ്റെ ഔട്ടർ. ഇതേ കടകളുടെ ആക്സസ് ഉള്ളിലും ഉണ്ട്. ഉള്ളിലേക്ക് പോയി നിങ്ങൾക്ക് വാങ്ങിക്കാം ഇതേ കടകളിൽ നിന്ന്. ഗൈസ് ഇപ്പോൾ കാണുന്ന ഈ കടയിൽ നിന്നാണ് ഞങ്ങൾ ബോബാട്ടി വാങ്ങിച്ചത്. ലൈക്ക് ഐ സെഡ്, യു ഹാവ് 2 access for 1 shop. സോ ഗൈസ് ഇപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിച്ചതിന് ശേഷം ഇപ്പോൾ സ്വീറ്റ് കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. സ്വീറ്റ് പറഞ്ഞാൽ അച്ഛൻ പറഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത്. അച്ഛയ്ക്ക് സ്വീറ്റ് ഭയങ്കര ഇഷ്ടമാണ്, എസ്പെഷ്യലി ഐസ്ക്രീം ഭയങ്കര ഇഷ്ടമാണ്. ഐസ്ക്രീം ഭയങ്കരമായിട്ട് ഇഷ്ടമായതുകൊണ്ട് ഞാൻ അമൂൽ ഐസ്ക്രീമിൻ്റെ അവിടെ കൊണ്ടുവന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഹീ ഈസ് നോട്ട് ഇൻ ദ മൂഡ് ഫോർ ഐസ്ക്രീം. ഹീ ആക്ച്വലി വാണ്ട് സ്വീറ്റ്, സംതിങ് ലൈക്ക് ഗുലാബ് ജാമുൻ ഓർ ജലേബി. എനിക്ക് ഈ സ്വീറ്റ് കിട്ടുന്ന കടയൊന്നും അറിയില്ലായിരുന്നു. സോ ഞാൻ അവിടെ ഇവിടെയും ഇവരെ കൊണ്ടുപോയി കാണിച്ചപ്പോൾ അച്ഛയ്ക്ക് വലിയ സാറ്റിസ്ഫാക്ഷൻ ഇല്ല. സോ ഞങ്ങളിങ്ങനെ വാങ്ങി നോക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. സോ ഗൈസ്, എൻ്റെ അച്ഛൻ എങ്ങനത്തെ ഒരാളാണെങ്കിൽ ഭയങ്കര വൃത്തി ജീവിയാണ്. ഒരു റെസ്റ്റോറൻറ്റിലേക്ക് പോകണമെങ്കിൽ അച്ഛയ്ക്ക് 2 കാറ്റഗറീസ് ഉണ്ട്. ഈ 2 കാറ്റഗറിയിലും ആ റെസ്റ്റോറൻറ്റ് ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ വി ആർ ഗുഡ് ടു ഗോ. ഫസ്റ്റ് കാറ്റഗറി പറഞ്ഞു കഴിഞ്ഞാൽ ആ കടയിൽ ആളുണ്ടാവണം, വിച്ച് മീൻസ് ആ ഫുഡ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡാണെന്ന് അർത്ഥം. രണ്ടാമത്തെ കാര്യം നല്ല വൃത്തി ഉണ്ടാവണം. വൃത്തി ഉണ്ടായാൽ ഞങ്ങൾക്കത് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അസുഖം വരില്ല എന്നുള്ള ഒരു വിശ്വാസം, ഒരു ഉറപ്പ്. അതാണ് എൻ്റെ അച്ഛൻ്റെ 2 ഫോർമുല. ഈ രണ്ട് കാര്യം അച്ഛനെ ബോധിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ റെസ്റ്റോറൻറ്റിൽ പോയിട്ട് കഴിക്കാം. പിന്നെ മൂന്നാമത്തെ ഒരു സ്പെഷ്യൽ കാറ്റഗറി ഉണ്ട്. ആ സ്പെഷ്യൽ കാറ്റഗറി പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും ഞങ്ങൾക്ക് ആ കട സജസ്റ്റ് ചെയ്യണം. സോ ഗൈസ്, ഇപ്പോൾ ഞങ്ങൾ മിനിസോൻ്റെ അടുത്ത് എത്തി. മിനിസോ എൻ്റെ അനിയത്തിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കടയാണ്. എല്ലാ ചെറിയ അനാവശ്യമായിട്ടുള്ള ക്യൂട്ടായിട്ടുള്ള സാധനത്തിനും ഭയങ്കര കോസ്റ്റാണ് ഇവിടെ. ഈ കട എന്തുകൊണ്ടാണ് എൻ്റെ അനിയത്തിക്ക് ഇഷ്ടമെന്ന് എനിക്ക് ഒട്ടും അറിയില്ല. ഇതെൻ്റെ അച്ഛനും അമ്മയുടെയും ഫസ്റ്റ് ടൈമാണ് ഇവിടെ. ഞാൻ ഇതിനു മുമ്പ് ഒരു 2 പ്രാവശ്യം വന്നിട്ടുണ്ട്. ആദ്യത്തെ പ്രാവശ്യം വിൻഡോ ഷോപ്പിങ്ങിന്, രണ്ടാമത്തെ പ്രാവശ്യം വിൻഡോ ഷോപ്പിങ്ങിന്.
സോ ഗൈസ് ഇപ്പോൾ ഞങ്ങൾ എൻ്റെ അനിയത്തിയുടെ വാശിക്ക് അനുസരിച്ച് ഞങ്ങൾ മിനിസോഡ ഉള്ളിലേക്ക് വന്നിരിക്കുകയാണ്. ഇവിടെ ഒന്നും വാങ്ങിച്ചു തരില്ല എന്നുള്ള അഷ്വറൻസ് ഒക്കെ കൊടുത്തിട്ടാണ് ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത്. ജസ്റ്റ് കാണാൻ വേണ്ടി മാത്രമാണ് വന്നിരിക്കുന്നത് ഞങ്ങളെല്ലാവരും. ഇവിടെ അതെന്താ വെച്ചാൽ ഞങ്ങൾ ഈ ഓരോ സാധനങ്ങൾക്കും 500 to 1000 ആണ് റേഞ്ച്. ചെറിയ സാധനങ്ങൾക്ക് പോലും ഇവിടെ പ്ലഷീസൊക്കെ ഉണ്ട്, മറ്റേ BTSൻ്റെ പ്ലഷീസും പിന്നെ അതിൻ്റെ മേർച്ച് എന്ന് പറയില്ല, പക്ഷേ അതിൻ്റെ അനുസരിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. എന്താ പറയുക, വാട്ടർ ബോട്ടിൽസ് ആൻഡ് ലഞ്ച് ബോക്സ് ആൻഡ് പിന്നെ ഇവിടെ എനിക്ക് മറ്റേ പ്ലഷ് വാങ്ങിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. പക്ഷേ 1000 രൂപയ്ക്ക് വാങ്ങിക്കാനുള്ള ഒരു മനസ്സാക്ഷി എനിക്ക് ഒട്ടുമില്ല ഗൈസ്. അപ്പോൾ എന്താ വെച്ചാൽ എൻ്റെ അച്ഛൻ എപ്പോഴും എന്താ പറയുക വെച്ചാൽ, ഒരു സ്ഥലത്തേക്ക് പോയി കഴിഞ്ഞാൽ എല്ലാ മാസവും ഒരിക്കലും നമ്മൾ ഇങ്ങോട്ട് വരണം എന്ന് പറയും. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം നന്നായി കഴിഞ്ഞാൽ ഇനി നമ്മൾ ഈ കടയിൽ മാത്രമേ വാങ്ങിക്കാൻ പാടുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛൻ പറയും. എന്നൊക്കെ അച്ഛൻ എപ്പോഴൊക്കെ അതൊക്കെ പറയുന്നുണ്ടോ അതൊന്നും നടക്കില്ല ഗൈസ്. സോ ഗൈസ്, ഞാൻ വിൻഡോ ഷോപ്പിംഗ് കഴിഞ്ഞു. എൻ്റെ അനിയത്തി ഭയങ്കര ഡിസപ്പോയിൻറ്റഡ് ആയിട്ട് ഞങ്ങളിപ്പോൾ വേറെ കടകൾക്ക് പോകാൻ നിൽക്കുകയാണ്. സോ ഗൈസ്, ഇപ്പോൾ ഞങ്ങൾ നടന്ന് ഒരു ബുക്ക് സ്റ്റാളിൻ്റെ അവിടെ എത്തിയിരിക്കുകയാണ്. ബുക്ക് സ്റ്റാളല്ല, ഒരു ബുക്ക് ഇങ്ങനെ വിരിച്ച് ഇങ്ങനെ വെച്ചിരിക്കുകയാണ് അവിടെ. ഞാൻ ആക്ച്വലി ഐ ഗോട്ട് 2 ബുക്സ് ഫ്രം ടി നഗർ, ബട്ട് ഐ വാസൻറ്റ് ലക്കി ഇനഫ് ടു റീഡ് ദറ്റ് ബുക്ക് ബിക്കോസ് ഐ ലോസ്റ്റ് ദറ്റ് ബുക്ക്. ഞാൻ എൻ്റെ അച്ഛൻ്റെ അടുത്ത് വാഷ്റൂം പോകുന്ന സമയത്ത് കൊടുത്തതായിരുന്നു. എൻ്റെ അച്ഛൻ എവിടെയാണ് വെച്ച് മറന്നു. ഞങ്ങൾ പിന്നെ ചെക്ക് ചെയ്തപ്പോൾ പിന്നെ ഞങ്ങൾക്ക് കിട്ടിയേ ഇല്ല. ഇന്ന് ബുക്ക് വാങ്ങിക്കാനുള്ള മെയിൻ റീസൺ തന്നെ അത് ഭയങ്കര ചീപ്പായിരുന്നു, പിന്നെ നോക്ക് ഓഫ് ആയിരുന്നു. മോസ്റ്റ് ഓഫ് ദ ടൈം ഈ സ്ട്രീറ്റ് വെൻഡേഴ്സിൻ്റെ അടുത്ത് വാങ്ങിക്കുമ്പോൾ നോക്ക് ഓഫേ നമുക്ക് കിട്ടാറുള്ളൂ. പിന്നെ നമ്മൾ ശരിക്കുള്ള ബുക്കൊക്കെ വാങ്ങിക്കുകയാണെങ്കിൽ ഭയങ്കര കോസ്റ്റ്ലിയാണ്. നോക്ക് ഓഫ് എന്ന് വെച്ചാൽ ഞാൻ എന്താ ഉദ്ദേശിച്ചാൽ, ഈ ബുക്കില്ലേ, ഈ ബുക്സ് വന്ന് ഐദർ ഇറ്റ് വിൽ ബി എ കോപ്പി ഓഫ് ദ ഒറിജിനൽ ബുക്ക് or it will have some kind of issues with the print. സോ ഇപ്രാവശ്യം വാങ്ങിച്ച ബുക്ക് എന്തൊക്കെയാ വെച്ചാൽ സൈക്കോളജി ഓഫ് മണി, പാലസ് ഓഫ് ഇല്യൂഷൻ ആൻഡ് സ്റ്റീൽ ലൈക്ക് എൻ ആർട്ടിസ്റ്റ് ബൈ ഓസ്റ്റിൻ ക്ലിയോ ആണ്. ആദ്യത്തെ 2 ബുക്കായിരുന്നു ദ ബുക്ക് ദറ്റ് ഐ ലോസ്റ്റ്. ആൻഡ് ആ ബുക്ക് ഞാൻ പിന്നെയും ചോദിച്ചപ്പോൾ മൈ പാരൻസ് വെയർ റിയലി ജനറസ് ടു ബൈ മീ ദറ്റ് ബുക്ക് ബിക്കോസ് അവർക്ക് എൻ്റെ ബുക്കിൻ്റെ ബ്രാൻഡ് നന്നായിട്ട് അറിയാം. ഫുൾ ഫുഡ്, ഓൺലി ഫുഡ്. എന്താ അച്ഛൻ ഇങ്ങോട്ട് നോക്കിയിട്ട് ഒരു പ്രാവശ്യം പറ. എന്നിട്ട് ഇത് എൻ്റെ അച്ഛൻ വന്ന് എങ്ങോട്ട് പുതിയതായിട്ട് പോയാലും പറയുന്ന ഒരു ഡയലോഗാണ്. എവിടെ പോയാലും ഇങ്ങോട്ടേക്ക് നമ്മൾ എല്ലാ ആഴ്ചയും വരും, അല്ലെങ്കിൽ എല്ലാ മാസവും വരും പറയാം. ഇഫ് യു വാണ്ട് ഡ്രസ് ആൻഡ് ഓൾ ഭയങ്കര ലോ റേറ്റിൽ വേണമെങ്കിൽ സൗകാർപേട്ട് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അത് മാത്രമല്ലാതെ ടി നഗർ പറഞ്ഞ സ്ഥലമുണ്ട്. അതൊക്കെ നമുക്ക് പോകുമ്പോൾ അടുത്തടുത്ത വ്ളോഗിൽ ഞാൻ ഇടാം. എൻ്റെ അനിയത്തി വന്ന് കോറ ഫുഡ് സ്ട്രീറ്റൊക്കെ പോകണം എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് വിചാരിച്ചു ദിസ് ഇസ് ദ റൈറ്റ് ചാൻസ് ടു ട്രൈ ന്യൂ ഫുഡ്. ആൻഡ് എനിക്ക് ട്രൈ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ആൻഡ് ഐ ആം ദ ഓൺലി പേഴ്സൺ ഹു ലവ്സ് ടു ട്രൈ ബിക്കോസ് എൻ്റെ അനിയത്തി നല്ല ടേസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഷിൽ ഭജൻ. ആൻഡ് ഇപ്പോൾ ഞങ്ങളിപ്പോൾ വന്ന് ഉടനെ തന്നെ മട്ടൻ ബിരിയാണിയും ചിക്കൻ ബിരിയാണിയൊക്കെ അടിച്ച് കയറ്റിയപ്പോൾ ഞങ്ങളുടെ വിശപ്പ് അങ്ങോട്ട് മാറിക്കിട്ടി. അത് കാരണം തന്നെ പുതിയതായിട്ട് ട്രൈ ചെയ്യാൻ പറ്റിയില്ല. സോ ഞങ്ങൾ വേറെ എന്തെങ്കിലും കട ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി പോവാണ്. ഇഫ് എനിത്തിങ് പീക്സ് ആർ ഇൻട്രസ്റ്റ് വിൽ മേക്ക് എ നോട്ട് ഓഫ് ദറ്റ് ഷോപ്പ്. ആൻഡ് ഇനി എപ്പോഴെങ്കിലും വരാണെങ്കിൽ ആ കട വന്ന് നോക്കും. ഇപ്പോൾ ഇതനുസരിച്ചിട്ടേ ഇനി ഞങ്ങൾ പ്ലാൻ ചെയ്യുള്ളൂ. സോ ഗൈസ്, ഞങ്ങൾ അത്തർ വാങ്ങാൻ വേണ്ടി നിൽക്കുകയാണ്. സോ ഗൈസ്, ഞങ്ങൾ അത്തർ ട്രൈ ചെയ്യുന്ന സമയത്ത് എൻ്റെ അച്ഛനിരുന്ന് മോമോസിനെ നന്നായി ഇരുന്ന് കാണുന്നുണ്ടായിരുന്നു. എൻ്റെ അച്ഛൻ്റെ ട്രൈ ചെയ്യണമെന്ന് തോന്നണു. പക്ഷേ ഞങ്ങൾക്കിപ്പോൾ വിശപ്പൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ സമ്മതിച്ചില്ല. സോ ഗൈസ്, ഇല്ലാത്ത വിശപ്പ് കൊണ്ട് എൻ്റെ അച്ഛൻ മോമോ കണ്ട് വെള്ളം ഇറക്കുന്ന സമയത്ത് ഞങ്ങൾ ഓരോ അത്തറായിട്ട് ട്രൈ ചെയ്യായിരുന്നു. ഞങ്ങൾ വാങ്ങിച്ചത് ഡിയോർ പിന്നെ ബർബറി പറഞ്ഞ ഫ്ലേവറിലാണ് അത്തർ വാങ്ങിച്ചത്. ഇപ്പോൾ ഞങ്ങൾ എൻ്റെ കോളേജിൻ്റെ അടുത്തുള്ള വഴി കൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. വേറെ എന്തെങ്കിലും കട ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട്. ജസ്റ്റ് നോക്കൽ മാത്രമേ ഉള്ളൂ, ഒന്നും വാങ്ങിക്കില്ല ബിക്കോസ് വി ആർ നോട്ട് ഹംഗ്രി. ഞങ്ങൾ കുഴപ്പമില്ല, ഫുഡ് സ്ട്രീറ്റിൽ നിന്ന് പിന്നെ ഫുഡ് കോർട്ടിൽ നിന്ന് പുറത്ത് വന്നതിന് ശേഷം അത്രയ്ക്ക് വലിയ കടകളൊന്നും ഇന്ന് കണ്ടില്ല. ഓക്കെ ഫൈൻ.
അതിനിപ്പോൾ അച്ഛൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതന്നെ. ഞങ്ങളിപ്പോൾ അതിനെ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സൈഡിൽ വേറെ എന്തെങ്കിലും കടകളുണ്ടോയെന്ന്. കുഴപ്പമില്ല, അത്യാവശ്യം നല്ല നല്ല കടകളൊക്കെ ഇവിടെ ഉണ്ട്. എനിക്കൊന്നും വേണ്ട. അമ്മ പറഞ്ഞോ എന്താ വേണ്ടത്? സോഡ. സദ്യക്ക് കോൾഡ് പിടിക്കും. അച്ഛക്ക് എന്തെങ്കിലും വേണോ വെച്ചാൽ ഞങ്ങൾ കമ്പനി ഇല്ലാന്ന് വെച്ചിട്ട് കുടിക്കാതിരിക്കണ്ട. എടി അവള് പറ്റുമെങ്കിൽ അവള് കേക്ക് ഇടുക, അല്ലെങ്കിൽ അവൾക്ക് വേണ്ടെന്ന് പറയും. സ്ട്രെയിറ്റ് ആയിട്ടാണ്. ഇപ്പൊ ഇതിനാണോ ഇത്രയും ദൂരം വന്ന്? സോ ഗൈസ്, ഞങ്ങളിപ്പോൾ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് മെട്രോ സ്റ്റേഷൻ വരയ്ക്ക് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അച്ഛയ്ക്ക് എന്താ പറയുക, ഞാൻ കുറേ സ്വീറ്റ്സിൻ്റെ ഇത് കാണിച്ചു. ഈവൻ ഞാൻ ശ്രീമിഠായി പറഞ്ഞിട്ട് ഒരു വലിയ സ്വീറ്റ് കട ഉണ്ട്, അവിടെ കൊണ്ടുപോയി. എന്നിട്ടും അച്ഛയ്ക്ക് അത് പിടിച്ചില്ല. ആദ്യം ഫുഡ് കോർട്ട് പോടാൻ എല്ലാ ഐറ്റംസും ഉണ്ടാവും. വേറെ എവിടെയും വാങ്ങിക്കണം, വെറുതെ കളിച്ചിട്ടൊന്നും വരാൻ പറ്റില്ല. സോ ഗൈസ്, നാളെ ഈദായതുകൊണ്ട് ഇവിടെ ആൾക്കാർ മെഹന്തി ഇടാൻ വേണ്ടി ഇരിക്കുകയാണ്. അതന്നെ. ഇതാത്ര ഇത് ഇരുട്ടത്താട്ടോ. കോറ ഫുഡ് സ്ട്രീറ്റിൽ വരാന്നുണ്ടെങ്കിൽ അണ്ണാനഗർ ടവർ എടുക്കാം, മെട്രോ. അണ്ണാനഗർ ടവർ സ്റ്റേഷനിൽ ഇറങ്ങിയതിന് ശേഷം കുറച്ച് ലെഫ്റ്റ് സൈഡിലേക്ക് നടന്നു കഴിഞ്ഞാൽ A3 ഗേറ്റിൻ്റെ അവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് ലെഫ്റ്റ് സൈഡ് നടക്കണം. A3 ഗേറ്റ് ആണെങ്കിൽ കുറച്ച് ലെഫ്റ്റ് സൈഡ് നടന്നതിന് ശേഷം നിങ്ങൾക്ക് കോറ ഫുഡ് സ്ട്രീറ്റ് എത്തും. അത് പോരാ, ഇനിയും എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ ആസ്ക് സം അതർ പീപ്പിൾ ഇഫ് ദർ ഇസ് എനിത്തിങ്, എനി ഷോപ്സ് ദാറ്റ്സ് റിയലി ഇൻട്രസ്റ്റിംഗ്. ഇവിടെ കുനാഫ വാട്ട് വാസ് ദാറ്റ്? കുനാഫ ഡിലൈറ്റ് പറഞ്ഞിട്ടൊരു കടയുണ്ട്. അത് വന്ന് കോറ ഫുഡ് സ്ട്രീറ്റിൻ്റെ കുറച്ച് അടുത്ത്, കുറച്ച് ഒരു സ്ട്രീറ്റിൻ്റെ ഉള്ളിലാണ്. ഫുള്ള് ഫുഡിൻ്റെ ഐറ്റംസ് ഒക്കെയാണ്. അങ്ങനെ വരാമെന്നുണ്ടെങ്കിൽ അണ്ണാനഗർ ടവർ A3 ഗേറ്റ്. സോ ഗൈസ്, ഞങ്ങളിപ്പോൾ വീട്ടിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ എക്സ്പ്ലോറിംഗ് ഒക്കെ കഴിഞ്ഞു. ഇപ്പോൾ സമയം ഏകദേശം ഒരു 10:20 ആയി. ഞങ്ങൾ ഒരു 7 o'clock ഒക്കെ ഇവിടെ എത്തി. 7 അല്ല, ഒരു 6:30 എത്തി. നടന്ന് കടയ്ക്കൊക്കെ പോകുമ്പോഴേക്കും